ആന്റി അമ്മയുടെ മനസ്സിൽ ഇതാണെന്ന് ഞാൻ ചന്ദ്രുവിനോട് പറഞ്ഞാലോ? ആ വെരി ഫണ്ണി. അവൻ വിശ്വസിക്കില്ല. കാരണം ചന്ദ്രുവിന്റെ ലോകം ഇപ്പോൾ ഞാനാ. അവനെ എന്റെ നിയന്ത്രണത്തിലാ. ഏതോ ബൂത്തിൽ നിന്നോ കോയിൻ ബോക്സിൽ നിന്നോ നീ വിളിക്കുന്നത്. ഞാൻ പറയുന്നതൊന്നും നീ റെക്കോർഡ് ചെയ്യുന്നുമില്ല. അതുകൊണ്ട് എല്ലാം വായുവിൽ വരച്ച വരകൾ മാത്രം. ഓക്കെ, അറിയേണ്ടതെല്ലാം അറിഞ്ഞില്ലേ? ഇനി മക്കള് പോയി സുഖമായിട്ട് കിടന്നുറങ്ങ്. ചെല്ല്. ബൈ. മാഡം, ഹോട്ടലിൽ നിന്നാണ്. ബിരിയാണി പാഴ്സൽ പറഞ്ഞിരുന്നു. ഓക്കെ. ബാലചന്ദ്രന്റെ അക്കൗണ്ടിൽ നിന്നും കാശ് വാങ്ങിച്ചോളൂ. ഓ, 25 രൂപ അധികത്തിൽ വാങ്ങിച്ചോ. ഇയാളുടെ ടിപ്പ്. താങ്ക് യു മാഡം. മോനെ ചന്ദ്രു, വാ. ബിരിയാണി എത്തി ചന്ദ്രു. വാടാ മോനെ. ചന്ദ്രു, ഹാ വാ. കിടിലം ബിരിയാണിയാ. ഓർഡർ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു നെയ്യൊക്കെ നന്നായി ചേർത്ത് സ്പെഷ്യലായിട്ട് തരണമെന്ന്. കിടന്നുറങ്ങിയോ? ഒരു ഉന്മേഷമില്ലല്ലോ. ചന്ദ്രു, കേൾക്കുന്നുണ്ടോ? അവര് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ചന്ദ്രു എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവര് കെയർ ചെയ്യുന്നില്ലെന്ന്. ഒരുമാതിരി ഓർക്കാപ്പുറത്ത് മുന്നിൽ വന്ന് ചാടിയതാ. അണിഞ്ഞൊരുങ്ങി ഷോപ്പിങ്ങിന് പോവാണെന്ന് തോന്നുന്നു. എന്താ ഒരു സന്തോഷം. മോന്റെ വിശേഷം എന്തെങ്കിലും ചോദിക്കുമോന്ന് ഞാൻ നോക്കി. എവിടെ? ഞാൻ പിന്നെ അങ്ങോട്ട് ചോദിച്ചു, എന്താ ചന്ദ്രുവിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പ്ലാൻ എന്ന്. ചന്ദ്രു, കേൾക്കുന്നുണ്ടോ? അവര് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ചന്ദ്രു എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവര് കെയർ ചെയ്യുന്നില്ലെന്ന്. ഒരുമാതിരി ചന്ദ്രു, ചന്ദ്രു അവിടെ നിൽക്കാനാ പറഞ്ഞത്. ചന്ദ്രു, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിന്നെ വീട്ടിലിരുത്തി ഞാൻ പഠിപ്പിക്കും. പഠിപ്പിച്ച IAS കാരനാക്കും. അതോ IPS മതിയോ? അതൊന്നും വേണ്ട, എനിക്ക് സ്കൂളിൽ പോണം. എനിക്ക് സ്കൂളിൽ പോയി പഠിക്കണമെന്ന്. എന്തിനാ? അവളുടെ മനസ്സറിയാൻ. വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഐ ഹേറ്റ് യു. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കേക്കണ്ട, ഇനിയും ചതിക്കാനല്ലേ. അതിന് ചന്ദ്രുവിനെ കിട്ടില്ല. ഓക്കെ ഓക്കെ, എല്ലാം സമ്മതിച്ചു. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് കരുതി നീ നെർവസ് ആവണ്ട. അതുകൊണ്ടൊരു കോംപ്രമൈസ്. ഇതുവരെ ഉണ്ടായതെല്ലാം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി. ഒരു കോംപ്രമൈസും ഇല്ല. ഞാനിത് എല്ലാരോടും പറയും. ചന്ദ്രു, നിൽക്ക്. എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആക്കും. എന്നെ ഈ വീട്ടിൽ അടച്ചിട്ട് വളർത്താനല്ലേ. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ചന്ദ്രുവിനെ അതിന് കിട്ടില്ല. ചന്ദ്രു, നിൽക്ക്. അവിടെ
മുകളിലൊരു എക്സ്റ്റൻഷൻ ഫോൺ ഉള്ള കാര്യം മറന്നുപോയോ? ഉണ്ണിമോളോട് ഫോണിൽ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എന്നെ ചീറ്റ് ചെയ്യായിരുന്നല്ലേ? ഓ, ഈ ചന്ദ്രുവിന്റെ ഒരു കാര്യം. ഞാൻ ആ പെണ്ണിനെ പറ്റിച്ചതല്ലേ? ഞാൻ നിന്റെ ശത്രുവാണെന്ന് അവളോട് വെച്ച് കാറ്റിയത് എന്തിനാ? അവളുടെ മനസ്സറിയാൻ. വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഐ ഹേറ്റ് യു. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കേക്കണ്ട, ഇനിയും ചതിക്കാനല്ലേ? അതിന് ഈ ചന്ദ്രുവിനെ കിട്ടില്ല. ഓക്കെ ഓക്കെ, എല്ലാം സമ്മതിച്ചു. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് കരുതി നീ നെർവസ് ആവണ്ട. അതുകൊണ്ടൊരു കോംപ്രമൈസ്. ഇതുവരെ ഉണ്ടായതെല്ലാം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി. ഒരു കോംപ്രമൈസും ഇല്ല. ഞാനിത് എല്ലാരോടും പറയും. ചന്ദ്രു നിൽക്ക. എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആക്കും. എന്നെ ഈ വീട്ടിൽ അടച്ചിട്ട് വളർത്താനല്ലേ? അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ചന്ദ്രുവിനെ അതിന് കിട്ടില്ല. ചന്ദ്രു നിൽക്ക്. ആ, ഇങ്ങോട്ട് അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. തുറക്കാനാ പറഞ്ഞത്. അവിടെ കിടക്കണം. തുറക്കാൻ ഒന്ന്. ശ്ശേ. അത് ചന്ദ്രനൊഴികെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇപ്പൊ ചന്ദ്രുവിനും അറിയാം. ലാൻഡ് ഫോണിലാ ഞാൻ വിളിച്ചത്. എക്സ്റ്റൻഷൻ ഫോൺ എടുത്ത് പറയുന്നതെല്ലാം കേൾക്കണമെന്ന് ഞാൻ ചന്ദ്രുവിനോട് പറഞ്ഞിട്ടാ വിളിച്ചത്. കൊള്ളാലോ. ഈ ബുദ്ധി ഉണ്ണിമോൾക്ക് സ്വയം തോന്നിയതാണോ അതോ ആണോ? അല്ല, തനിക്കെന്ത് തോന്നുന്നു? ആ, എന്റെ മോളല്ലേ, അവൾക്ക് നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിയും. ആഹാ, ഇപ്പൊ അങ്ങനെയാ? എത്ര പെട്ടെന്ന് നിന്റെ അമ്മ മറുകണ്ട ചാടിയാ നോക്കിയേ. കാലുമാറ്റം കണ്ട് പഠിക്കല്ലേ മോളെ? ചന്ദ്രു സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെ. എന്നാ അവൻ എല്ലാം മനസ്സിലാക്കിയെന്നറിഞ്ഞ ലളിതാഭായി പിന്നെ വെറുതെ ഇരിക്കൂ? ആന്റി മുമ്മ തന്നെ പറ്റിക്കുകയാണെന്നറിയുമ്പോ ചന്ദ്രുവിന്റെ സ്വഭാവത്തിന് അവന് വെറുതെ ഇരിക്കില്ല, പ്രശ്നം ഉണ്ടാക്കും. മോൻ ഒറ്റയ്ക്ക് അവരുടെ കസ്റ്റഡിയില. എന്തും ചെയ്യാൻ മടിക്കാത്ത സ്ത്രീയാ. ജെപിയോടും അരുണയോടും ഇപ്പൊ തന്നെ പറയുന്നതല്ലേ മോഹനേട്ട നല്ലത്? ചന്ദ്രുവിന് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ്. അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട, ഒന്നും സംഭവിക്കില്ല. മുളിച്ചല്ല, താൻ ഇരയാവണം. അപ്പോ ഞാൻ വെളിയിറങ്ങി ആന്റി അമ്മൂമ്മയ്ക്ക് ഫോൺ ചെയ്തു. അതെന്തിനാ? ആന്റി അമ്മൂമ്മയെ കൊണ്ട് എല്ലാം പറയിക്കാൻ. ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നായിരിക്കും. ഉണ്ണിമോളോട് അവന് കൂടെ കൂടെ വൈരാഗ്യമാവും. അതേ സീന, ചന്ദ്രു എന്നും ലളിതാബായിയുടെ അടിമയാണ്. അല്ലെങ്കിൽ ഈ സമയത്തിനുള്ളിൽ അവൻ അവിടെ നിന്നും പുറത്തിയാടി ഇവിടെ എത്തുക. അത് ചന്ദ്രുവിനൊഴികെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇപ്പൊ ചന്ദ്രുവിനും അറിയാം. ലാൻഡ് ഫോണിലാ ഞാൻ വിളിച്ചത്. എക്സ്റ്റൻഷൻ ഫോൺ എടുത്ത് പറയുന്നതെല്ലാം കേൾക്കണമെന്ന് ഞാൻ ചന്ദ്രുവിനോട് പറഞ്ഞിട്ടാ വിളിച്ചത്. കൊള്ളാലോ. ഈ ബുദ്ധി ഉണ്ണിമോൾക്ക് സ്വയം തോന്നിയതാണോ അതോ ആണോ? അല്ല, തനിക്കെന്ത് തോന്നുന്നു? ഈ വാശി എന്നും ഉണ്ടാവണം. പക്ഷേ വാശി മാത്രം പോരല്ലോ, കാര്യങ്ങൾ നോക്കി നടത്താനുള്ള പ്രാപ്തി കൂടി വേണ്ടേ? അതങ്ങോട്ടായില്ല, പക്വത പോരാ. ഇക്കണക്കിന് സുപ്രിയ ഇന്റർനാഷണലിന്റെ ബിസിനസ് ഒക്കെ നീ എങ്ങനെ കൈകാര്യം ചെയ്യും? അതൊക്കെ പപ്പ നോക്കിക്കോളും. എല്ലാം നിന്റെ പേരിലാക്കി വെച്ചിരിക്കല്ലേ മേനോൻ. സാരമില്ല, ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ചന്ദ്രു ഈ പേപ്പേഴ്സിലൊന്ന് ഒപ്പിട്ട് തരണം. ഇതെന്താ? ആന്റി മുമ്മ തന്നെ പറ്റിക്കുകയാണെന്നറിയുമ്പോ ചന്ദ്രുവിന്റെ സ്വഭാവത്തിന് അവന് വെറുതെ ഇരിക്കില്ല, പ്രശ്നം ഉണ്ടാക്കും. മോൻ ഒറ്റയ്ക്ക് അവരുടെ കസ്റ്റഡിയില. എന്തും ചെയ്യാൻ മടിക്കാത്ത സ്ത്രീയാ. ഇതിലൊപ്പിട്ടാൽ പിന്നെ നിന്നെ ഞാൻ പൂട്ടിയിടില്ല. നല്ല ഭക്ഷണം വാങ്ങിത്തരും, പുറത്ത് കറങ്ങാൻ കൊണ്ടുപോകും. എല്ലാം ഓൾ വിൽ ബി ഡൺ. ഒന്ന് ഒപ്പിട്ട് താ പ്ലീസ്. ഇല്ല, ഞാൻ ഒപ്പിടില്ല. ചന്ദ്രു, ഇല്ലെന്ന് പറഞ്ഞില്ലേ? നീ പട്ടിണി കിടക്കുന്ന എന്നുള്ള വസ്തുത മനസ്സിലാക്കി ചന്ദ്രു ഇനി പ്രതികരിച്ചെന്നിരിക്കട്ടെ. വളരെ നിസ്സാരമായി ലളിതാബായി പ്രശ്നം കൈകാര്യം ചെയ്യും. പുതിയ എന്തെങ്കിലും നുണ പറഞ്ഞ് അവരവനെ ബോധ്യപ്പെടുത്തും. നെഗറ്റീവായി ഉണ്ണിമോൾ പറഞ്ഞ അത്രയും പോസിറ്റീവാണെന്ന് ചന്ദ്രുവിന് തോന്നും. ഫലത്തിൽ
സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നായിരിക്കും. ഉണ്ണിമോളോട് അവന് കൂടെ കൂടെ വൈരാഗ്യമാവും. അതേ സീന, ചന്ദ്രു എന്നും ലളിതാബായിയുടെ അടിമയാണ്. അല്ലെങ്കിൽ ഈ സമയത്തിനുള്ളിൽ അവൻ അവിടെ നിന്നും പുറത്തിയാടി ഇവിടെ എത്തുക. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഈ എഗ്രിമെന്റ് നീ ഒന്ന് വായിക്കണം. എനിക്കെങ്ങും വായിക്കണ്ട. അത് പറഞ്ഞാ പറ്റില്ല, നീ വായിക്കണം. പിന്നെ നിന്നെ ഞാൻ ചതിച്ചു എന്ന് പറയാൻ ഇടവരരുത്. ഹലോ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചതല്ലേ? കൊള്ളാം. ഇങ്ങനെ വേണം ആൺകുട്ടികളായാൽ. ഈ വാശി എന്നും ഉണ്ടാവണം. പക്ഷേ വാശി മാത്രം പോരല്ലോ, കാര്യങ്ങൾ നോക്കി നടത്താനുള്ള പ്രാപ്തി കൂടി വേണ്ടേ? അതങ്ങോട്ടായില്ല. പക്വത പോരാ. ഇക്കണക്കിന് സുപ്രിയ ഇന്റർനാഷണലിന്റെ ബിസിനസ് ഒക്കെ നീ എങ്ങനെ കൈകാര്യം ചെയ്യും? അതൊക്കെ പപ്പ നോക്കിക്കോളും. എല്ലാം നിന്റെ പേരിലാക്കി വെച്ചിരിക്കല്ലേ മേനോൻ. സാരമില്ല, ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ചന്ദ്രു ഈ പേപ്പേഴ്സിലൊന്ന് ഒപ്പിട്ട് തരണം. ഇതെന്താ? മേനോനും ജെപിയും സമ്പാദിച്ചതും നാളെ നീ വെച്ചനുഭവിക്കേണ്ട സ്വത്തും പ്രായപൂർത്തിയാകും വരെ നോക്കി നടത്താനുള്ള ചുമതല എനിക്കാണെന്ന്, അതായത് ഈ ലളിതാഭായിക്കാണെന്നുള്ള ഒരു സമ്മതപത്രം. ഇതിലൊപ്പിട്ടാൽ പിന്നെ നിന്നെ ഞാൻ പൂട്ടിയിടില്ല. നല്ല ഭക്ഷണം വാങ്ങിത്തരും, പുറത്ത് കറങ്ങാൻ കൊണ്ടുപോകും. എല്ലാം ഓൾ വിൽ ബി ഡൺ. ഒന്ന് ഒപ്പിട്ട് താ പ്ലീസ്. ഇല്ല, ഞാൻ ഒപ്പിടില്ല. ചന്ദ്രു, ഇല്ലെന്ന് പറഞ്ഞില്ലേ? നീ പട്ടിണി കിടക്ക. ഇന്നലെ തന്നെ അരുണ ആന്റി അങ്കിളിനെയും വിളിക്കുമെന്നാ. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല, പക്ഷെ ഞാൻ വിചാരിച്ചു. വെറുതെ എന്തിനാ വിചാരിക്കാൻ പോയത്? എന്റെ വീട്ടിൽ താമസിക്കാൻ വരുന്നില്ലെങ്കിൽ പോട്ടെ, ചന്ദ്രു വന്ന് വിളിച്ച ആന്റി അങ്കിളും തിരിച്ചു വരും. ഹോ, വന്നിട്ടേ ഉള്ളൂ. സ്കൂളിലൊന്ന് വരണോന്ന് വേണ്ടി കേക്കാത്ത പാർട്ടികളാ. ഇത് അതുപോലെയല്ല. അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു നോക്ക്, വരുവോന്നറിയാലോ. ഞാൻ പിന്നെ നാണം കെടുന്നത് കാണണല്ലേ? അല്ല, വേണ്ട, ആരും വരണ്ട. എനിക്ക് ആരെയും കാണണ്ട. എന്നും ആന്റി അമ്മൂമ്മയുടെ കൂടെ കഴിയാമെന്നാണോ? പപ്പയ്ക്കും മമ്മിക്കും എന്നെ വേണ്ടാണ്ടല്ലേ? ഇറങ്ങിപ്പോന്നപ്പോ ചന്ദ്രുവിനെ അവര് വിളിച്ചതല്ലേ? ആന്റി അമ്മൂമ്മയെ മതിയെന്ന് അന്നേരം പറഞ്ഞതാരാ? എനിക്കറിയാം, അവർക്ക് എന്നോട് സ്നേഹമില്ല. പോടവിടെ, നിക്കവിടെ. നോക്കി വായിക്കൂ, വായിക്കാൻ. അല്ല, ചന്ദ്രു കുറ്റം ചെയ്തിട്ട് അങ്ങനെ തോന്നുന്നത്. എനിക്കൊന്നും കേക്കണ്ട. അച്ഛനെയും അമ്മയെ മറന്നിട്ടുള്ള ഈ പോക്ക് നല്ലതല്ല ചന്ദ്രു. അനുഭവിച്ചതൊന്നും മതിയായില്ല അല്ലേ? പിന്നെ ആന്റി അമ്മൂമ്മ മതി, ബുദ്ധിമാനാണെന്ന് ഭാവിച്ചാ പോരാ, ശകലമെങ്കിലും ബുദ്ധി കാണിക്കണം. അരുണ ആന്റിയുടെയും ജെപി അങ്കിളിന്റെയും കൂടെ നിന്നില്ലെങ്കിൽ ഇനിയും ചന്ദ്രന് ദോഷം വരും, നോക്കിക്കോ. ആന്റി ഉമ്മ എനിക്ക് വിശ്വാസമാണ്. കൂടാതെ ഞാൻ എല്ലാ ഡോക്യുമെന്റ്സും ആന്റി ഉമ്മയെ ഏൽപ്പിക്കുന്നു. വെരി ഗുഡ്. ഹരിതമോളെന്താ ഇവിടെ നിൽക്കുന്നേ? വാ, ക്ലാസ്സിൽ പോവാം. ഞാൻ വന്നേക്കാം, ചേച്ചി പൊക്കും. ആ, ഗുഡ് മോർണിംഗ് ചന്ദ്രു. രാവിലെ ഭയങ്കര ആലോചനയിലാണല്ലോ. ഡ്രസ്സും ബാഗും ഒന്നും എടുത്തില്ലേ? എന്തിന്? ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ. അവിടെ എന്താ വിശേഷം? ഇതാ ഇപ്പൊ നന്നായേ. കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ആ വീട്ടിൽ തന്നെ താമസിക്കണോന്നാണോ? ആന്റി അമ്മൂമ്മ ഇന്നലെ എന്നോട് ഫോണിൽ പറഞ്ഞത് അത്രയും ചന്ദ്രു കേട്ടതല്ലേ? എന്നിട്ടും അവരുടെ തനി സ്വഭാവം മനസ്സിലായില്ലെന്നുണ്ടോ? ഞാൻ വിചാരിച്ചത് ചന്ദ്രു ഇന്നലെ തന്നെ അരുണ ആന്റി അങ്കിളിനെയും വിളിക്കുമെന്നാ. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല, പക്ഷെ ഞാൻ വിചാരിച്ചു. പപ്പയുടെയും മമ്മിയുടെ അഭാവത്തിൽ അവൻ 24 മണിക്കൂറും അവരുടെ കയ്യിലാണെന്ന് ഓർക്കണം. കിട്ടിയ ചുരുങ്ങിയ സമയം കൊണ്ട് അവനെ ഒതുക്കി മയക്കി വളച്ചവരാ അവര്. ഇങ്ങനെ പോയാ അവസാനം എന്തായി തീരും മോഹനേട്ട? വളരെ മോശമായി തീരും. വീണ്ടെടുക്കാൻ കഴിയാത്ത തരത്തിൽ
ചന്ദ്രു മറ്റൊരാളായി മാറും. ഞാൻ പിന്നെ നാണം കെടുന്നത് കാണണമല്ലേ? അല്ല, വേണ്ട, ആരും വരണ്ട, എനിക്ക് ആരെയും കാണണ്ട. എന്നും ആന്റി അമ്മൂമ്മയുടെ കൂടെ കഴിയാമെന്നാണോ? പപ്പയ്ക്കും മമ്മിക്കും എന്നെ വേണ്ടാണ്ടല്ലേ? ഇറങ്ങിപ്പോന്നപ്പോ ചന്ദ്രുവിനെ അവര് വിളിച്ചതല്ലേ? ആന്റി അമ്മൂമ്മയെ മതിയെന്ന് അന്നേരം പറഞ്ഞതാരാ? എനിക്കറിയാം, അവർക്ക് എന്നോട് സ്നേഹമില്ല. പപ്പയ്ക്കും മമ്മിക്കും ഒട്ടും സ്നേഹമില്ല. ചന്ദ്രുവിനെ അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. ആര് പറഞ്ഞു സ്നേഹമില്ലാന്ന്? ആന്റിക്കും അങ്കിളിനും മുത്തശ്ശനും ചന്ദ്രുവിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. ഏട്ടാ, ഇന്ന് നേരത്തെ ഇങ്ങ് പോന്നു. എനിക്കൊന്നും കേക്കണ്ട. അച്ഛനെയും അമ്മയും മറന്നിട്ടുള്ള ഈ പോക്ക് നല്ലതല്ല ചന്ദ്രു. അനുഭവിച്ചതൊന്നും മതിയായില്ല അല്ലേ? പിന്നെ ആന്റി അമ്മൂമ്മ മതി, ബുദ്ധിമാനാണെന്ന് ഭാവിച്ചാ പോരാ, ശകലമെങ്കിലും ബുദ്ധി കാണിക്കണം. ഞാൻ ഓർക്കുകയായിരുന്നു, ചരിത്രം ഒരു തരത്തിൽ ആവർത്തിക്കുകയാണല്ലോ എന്ന്. മുമ്പ് സീമ ചെയ്തതൊക്കെ ഇപ്പൊ നമ്മുടെ മോൾ ചെയ്യുന്നു. രണ്ടും JPയുടെ കുടുംബത്തെ നിറവയിലാക്കാൻ വേണ്ടി മാത്രം. അതൊരു മോശമായ കാര്യമാണോ മോഹനേട്ടാ? ഒരിക്കലുമല്ല. JPയുടെ അരുണയുടെ കാര്യത്തിൽ താൻ വിജയം കണ്ടു. പക്ഷെ ചന്ദ്രുവിന്റെ കാര്യത്തിൽ ഉണ്ണിമോൾ വിജയിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ചന്ദ്രു പൂർണ്ണമായും ലളിതാബായിയുടെ പക്ഷത്തേക്ക് ചാഞ്ഞിരിക്കുകയാണ്. അവൻ ഇനി അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രക്ഷപ്പെടാനുള്ള നല്ലൊരു ചാൻസാണ് ഒരു ഫലവും ഉണ്ടാക്കാതെ കടന്നുപോയത്. ഇതിങ്ങനെയായെങ്കിലും വീണ്ടും ഒരു അവസരം ഉണ്ടായിക്കൂടാന്നുണ്ടോ? താൻ ദൈവമായി കരുതുന്ന ആന്റി അമ്മുമ്മ ശരിക്കും പിശാചിന്റെ അവതാരമാണെന്ന് ചന്ദ്രുവിന് 100% ബോധ്യം വരുന്ന ഒരു സന്ദർഭം. എനിക്ക് പ്രതീക്ഷയില്ല. അത്തരം അവസരങ്ങളെയും സന്ദർഭങ്ങളെയും തന്ത്രപൂർവ്വം തരണം ചെയ്യാനുള്ള മിടുക്കുണ്ട് ലളിതാബായിക്ക്. ഇപ്പൊ തന്നെ കിട്ടിയ സമയം അവർ നന്നായി പ്രയോജനപ്പെടുത്തിയില്ലേ? മനഃപൂർവ്വം അല്ലെങ്കിലും JP അരുണയും അവർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കി കൊടുക്കുകയായിരുന്നു. പപ്പയുടെയും മമ്മിയുടെ അഭാവത്തിൽ അവൻ 24 മണിക്കൂറും അവരുടെ കയ്യിലാണെന്ന് ഓർക്കണം. കിട്ടിയ ചുരുങ്ങിയ സമയം കൊണ്ട് അവനെ ഒതുക്കി മയക്കി വളച്ചവരാ അവര്. ഇങ്ങനെ പോയാ അവസാനം എന്തായി തീരും മോഹനേട്ടാ? വളരെ മോശമായി തീരും. വീണ്ടെടുക്കാൻ കഴിയാത്ത തരത്തിൽ ചന്ദ്രു മറ്റൊരാളായി മാറും. ഞാൻ പറഞ്ഞതിൽ സീമയ്ക്ക് വിശ്വാസം തോന്നുന്നില്ല. എനിക്ക് ആകെ പേടി തോന്നുന്നു ചന്ദ്രുവിന്റെ കാര്യത്തില്. ഇതുവരെ ഇല്ലാത്തൊരാശങ്ക. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നല്. ഏട്ടാ, ഇന്ന് നേരത്തെ ഇങ്ങ് പോന്നു. എന്തെങ്കിലും അല്ല, വളരെ സീരിയസ് ആണ് പ്രോബ്ലം.